ഓക്കെ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ക്യാപിറ്റൽ സ്ട്രക്ചർ അഥവാ മൂലധന ഘടന എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ അഥവാ മൂലധന ഘടന എന്താണെന്ന് നമുക്ക് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ദ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് can be broadly classified into two categories: owners fund and borrowed fund. Owners fund consists of equity share capital, preference share capital, and reserves and surplus and retained earnings. Borrowed funds can be in the form of loans, debentures, and public deposits. These may be borrowed from banks, other financial institutions, debenture holders and the public. ഇപ്പോൾ എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മൂലധന ഘടന എന്ന് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിൻ്റെ ഉറവിടങ്ങളെ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറികളാക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ദ മണി റിക്വയർഡ് ഫോർ ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പണത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയുക. അപ്പോൾ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിനെ നമുക്ക് ഓണർഷിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാറ്റഗറികളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഓണേഴ്സ് ഫണ്ട് എന്നും പിന്നെ ഒന്ന് ബോറോഡ് ഫണ്ട് എന്നും. ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായി സമാഹരിച്ച മൂലധനം അല്ലെങ്കിൽ ഉടമസ്ഥതാ മൂലധനം എന്ന് പറയാം, അല്ലെങ്കിൽ ഉടമസ്ഥതാ ഫണ്ടുകൾ എന്ന രീതിയിലും പറയാം. ഉടമസ്ഥതാ ഫണ്ടുകൾ അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട്. ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വായ്പാ ഫണ്ട് അല്ലെങ്കിൽ കടം വാങ്ങിയ ഫണ്ടുകൾ, അതിനെയാണ് നമ്മൾ വായ്പാ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഓണേഴ്സ് ഫണ്ടിനെ തന്നെ നമുക്ക് എന്തൊക്കെ പറയാം? ഓണേഴ്സ് ഫണ്ട് കൺസിസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. പ്രധാനപ്പെട്ട ഓണേഴ്സ് ഫണ്ടുകൾ അല്ലെങ്കിൽ ഉടമസ്ഥതാ ഫണ്ടുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഒരു പ്രധാനപ്പെട്ട ഓണേഴ്സ് ഫണ്ടാണ്. മറ്റേത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നതും ഒരു പ്രധാനപ്പെട്ട ഓണേഴ്സ് ഫണ്ടാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ്, റിസർവുകൾ അല്ലെങ്കിൽ നീക്കിയിരിപ്പുകൾ, ലാഭത്തിൽ നിന്നുള്ള നീക്കിയിരിപ്പിനെയാണ് നമ്മൾ റിസർവുകൾ എന്ന് പറയുന്നത്. റിസർവ്സ് ആൻഡ് സർപ്ലസ്, അമിത ലാഭത്തിന് നേടാവുന്ന നീക്കിയിരിപ്പുകൾ. റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഓണേഴ്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓണേഴ്സ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായി സമാഹരിച്ച മൂലധനം അല്ലെങ്കിൽ ഉടമസ്ഥതാ ഫണ്ടുകൾ എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഉടമസ്ഥതാ ഫണ്ടുകൾ പ്രധാനമായും ഏതൊക്കെയാണ്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, രണ്ടാമത്തത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് എന്നിവയാണ്. ഇനി ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാലോ? ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വായ്പാ ഫണ്ടുകൾ എന്നാണ് അർത്ഥം. ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയ ഫണ്ടുകൾ അല്ലെങ്കിൽ കടമായി സമാഹരിച്ച പണത്തിൻ്റെ അളവിനെയാണ് നമ്മൾ വായ്പാ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ രൂപത്തിലാവും നോക്കാം. ബോറോഡ് ഫണ്ട്സ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ലോൺസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. ബോറോഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ വായ്പാ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ലോണുകളുടെ രൂപത്തിലാകാം, ബാങ്കുകളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ എടുക്കുന്ന ലോണുകളുടെ രൂപത്തിലാകാം. ഡിബഞ്ചേഴ്സ് അഥവാ കടപ്പത്രങ്ങളുടെ രൂപത്തിലാകാം. പബ്ലിക് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് എടുക്കുന്ന ഡെപ്പോസിറ്റ്സുകളാകാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ബോറോഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ബോറോഡ് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലാകാം? ബോറോഡ് ഫണ്ട്സ് ആർ ദോസ് ഫണ്ട്സ് വിച്ച് മേ ബി ബോറോഡ് ഫ്രം ബാങ്ക്സ്, അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് പബ്ലിക്സ്. ബാങ്കുകളിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നോ ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ നിന്നോ പബ്ലിക്സിൽ നിന്നോ വായ്പയായി എടുക്കുന്ന ഫണ്ടുകളെയാണ് നമ്മൾ ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ദ ബോറോഡ് ഫണ്ട്സ് ആർ ദ ഫണ്ട്സ് വിച്ച് ആർ ബോറോഡ് ഫ്രം ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജനറൽ പബ്ലിക്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്. സോ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പ്രധാനമായിട്ടും രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആദ്യത്തേത് ഓണേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഉടമസ്ഥതാ ഫണ്ടുകൾ, രണ്ടാമത്തേത് ബോറോഡ് ഫണ്ട് അല്ലെങ്കിൽ വായ്പാ ഫണ്ടുകൾ എന്ന് പറയുന്നത്. അതിൽ ഓണേഴ്സ് ഫണ്ടിനെ തന്നെ നമുക്ക് എന്ത് പറയാം? ഓണേഴ്സ് ഫണ്ടിൽ പ്രധാനമായിട്ടും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓണേഴ്സ് ഫണ്ടിൽ പ്രധാനമായിട്ടും ഉള്ളത്. ബോറോഡ് ഫണ്ടിൽ പ്രധാനമായിട്ടും വരുന്നത് ലോൺസ്,
ഡിബഞ്ചേഴ്സ് ആൻഡ് പബ്ലിക് ഡെപ്പോസിറ്റ്സ്. വായ്പയായി എടുത്ത ലോണുകൾ, ഡിബഞ്ചറുകൾ, പബ്ലിക് ഡെപ്പോസിറ്റ്സ് എന്നിവയുടെ ഒരു സമൂഹമാണ് ബോറോഡ് ഫണ്ട് അല്ലെങ്കിൽ വായ്പാ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. Capital structure refers to the mix between owner's fund and borrowed fund. These shall be referred as equity and debt in the subsequent text. It can be calculated as debt-equity ratio. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓർ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് എന്ന് പറയാം. ഓണേഴ്സ് ഫണ്ടിൻ്റെയും ബോറോഡ് ഫണ്ടിൻ്റെയും ഒരു മിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ മൂലധന ഘടന അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്വന്തമായി സമാഹരിച്ച ഫണ്ടുകളുടെയും വായ്പയായി എടുത്ത ഫണ്ടുകളുടെയും ഒരു മിക്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദീസ് ഷാൾ ബി റെഫേർഡ് ആസ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ്. അതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് എന്ന് പറയാം. സ്വന്തമായി സമാഹരിച്ച ഫണ്ടുകളെ നമുക്ക് ഇക്വിറ്റി എന്നും പറയാം. കടം വാങ്ങിയ വായ്പയായി എടുത്ത ഫണ്ടുകളെ നമുക്ക് ഡെപ്റ്റ് എന്നും പറയാം. അപ്പോൾ ഇക്വിറ്റിയുടെയും ഡെപ്റ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇൻ ദ സബ്സിക്വൻറ്റ് ടെക്സ്റ്റ് ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി എന്ന ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കടം വാങ്ങിയ പണം ഡിവൈഡഡ് ബൈ സ്വന്തമായി സമാഹരിച്ച പണം, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ചുരുക്കത്തിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിക്സ് ഓർ കോമ്പിനേഷൻ ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട് എന്ന് പറയാം. ഓണേഴ്സ് ഫണ്ടിൻ്റെയും ബോറോഡ് ഫണ്ടിൻ്റെയും ഒരു മിക്സ് അല്ലെങ്കിൽ കോമ്പിനേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മൂലധന ഘടന എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉപയോഗിച്ച് നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടേമാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് നോക്കാം. ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദ ഓവറാൾ ക്യാപിറ്റൽ ഈസ് കാൾഡ് ഫിനാൻഷ്യൽ ലിവറേജ്. Financial leverage is computed as debt divided by equity or debt divided by debt plus equity. Here D means debt and E means equity. അതായത് ഓവറാൾ ക്യാപിറ്റലിലുള്ള ഡെപ്റ്റിൻ്റെ അളവിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഓവറാൾ ക്യാപിറ്റലിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ആകെയുള്ള മൂലധനത്തിൽ കടത്തിൻ്റെ അനുപാതത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിൽ പൊതുവേ അല്ലെങ്കിൽ ആകെയുള്ള ടോട്ടൽ ക്യാപിറ്റലിൽ കടത്തിൻ്റെ അളവിനെയാണ് നമ്മൾ ലിവറേജ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദ പ്രൊപ്പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ദ ഓവറാൾ ക്യാപിറ്റലിലുള്ള ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷനെ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടോ ഓർ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഹിയർ ഡി മീൻസ് ഡെപ്റ്റ് ആൻഡ് ഇ മീൻസ് ഇക്വിറ്റി. ഡി എന്ന് പറഞ്ഞാൽ ഡെപ്റ്റും ഇ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി എന്നും നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ഥാപനത്തിൻ്റെ ആകെയുള്ള മൂലധനത്തിൽ കടത്തിൻ്റെ അനുപാതത്തിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ കടം ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓർ കടം ഡിവൈഡഡ് ബൈ കടം പ്ലസ് ഇക്വിറ്റി എന്ന ഫോർമുല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആകെയുള്ള മൂലധനത്തിൽ ഉടമസ്ഥതാ ഫണ്ടുകളുടെ അനുപാതം കുറവാണെന്ന് വിചാരിക്കുക. ഉടമസ്ഥതാ ഫണ്ടുകളുടെ അനുപാതം കുറവാണ്, കൂടുതലും വായ്പയായി എടുത്ത ഫണ്ടുകളാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെ നമ്മൾ ഹൈ ഗിയേർഡ് കമ്പനി എന്ന് പറയും. മറിച്ചാണെങ്കിലോ കൂടുതലാണെന്ന് വിചാരിക്കുക, ഉടമസ്ഥതാ ഫണ്ടുകളുടെ അനുപാതം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെ നമ്മൾ ലോ ഗിയേർഡ് കമ്പനി എന്നും പറയും. ഇപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മൊത്തം ക്യാപിറ്റലിലുള്ള കടത്തിൻ്റെ അളവിനെ അല്ലെങ്കിൽ അനുപാതത്തെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ മൊത്തം ഫണ്ടുകളിൽ ഉടമസ്ഥതാ ഫണ്ടുകളാണ് കൂടുതലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെ നമ്മൾ ലോ ഗിയേർഡ് കമ്പനി എന്നും, മറിച്ച് ഉടമസ്ഥതാ ഫണ്ടുകളുടെ അനുപാതം കുറവാണെങ്കിൽ അതിനെ നമ്മൾ ഹൈ ഗിയേർഡ് കമ്പനി എന്നും പറയാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ടേമാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി.
എന്താണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് നോക്കാം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി റെഫേഴ്സ് ടു ദ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ലൈക്ക് ഇൻട്രസ്റ്റ്. അതായത് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ പലിശ പോലെയുള്ള സ്ഥിര ധനകാര്യ ചെലവുകളുടെ സാന്നിധ്യം മൂലം സാധാരണ ഓഹരി ഉടമകളുടെ വരുമാനം വർദ്ധിപ്പിക്കലിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പോലെയുള്ള സ്ഥിര ധനകാര്യ ചെലവുകളുടെ സാന്നിധ്യം മൂലം. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ധനകാര്യ ചെലവാണ് ഇൻട്രസ്റ്റ്. അത് മുഖാന്തരം സാധാരണ ഓഹരി ഉടമകൾ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കലിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഏൺഡ് ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എന്ത് മുഖാന്തരം? ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ പ്രസൻസ് മുഖാന്തരം ഉണ്ടാകുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ആകെ മൂലധനത്തിൻ്റെ ദീർഘകാല വായ്പാ ധനാനുപാതത്തിൻ്റെ അനുപാതത്തിനെ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയാം. ലിവറേജ് കൂടുന്തോറും മൂലധനത്തിൻ്റെ ചെലവ് കുറയും, അതേസമയം നഷ്ടസാധ്യത വർദ്ധിക്കുകയും ചെയ്യും. ലിവറേജ് എന്നുള്ളത് കൂടുന്തോറും മൂലധനത്തിൻ്റെ ചെലവ് കുറയും, പക്ഷേ എന്ത് സംഭവിക്കും? നഷ്ടസാധ്യത അല്ലെങ്കിൽ റിസ്ക് എന്നുള്ളത് വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കമ്പനിയുടെ മൂലധന ഘടന എന്നുള്ളത് ഓഹരി ഉടമയുടെ നിക്ഷേപത്തിൻ്റെ മൂല്യവർദ്ധനത്തിനും കമ്പനിക്ക് ആവശ്യമായ ധനസമാഹരണത്തിനും സഹായിക്കുന്നതും ചെലവ് കുറയ്ക്കുന്നതുമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഓപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അഥവാ ഉത്തമമായ മൂലധന ഘടന എന്ന് പറയാം. ഒരു കമ്പനിയുടെ ഏതെങ്കിലും കമ്പനിയെ കൂടെ ആ കമ്പനിയുടെ മൂലധന ഘടന അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓഹരി ഉടമയുടെ നിക്ഷേപത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും കമ്പനിക്ക് ആവശ്യമായ ധനസമാഹരണത്തിനും സഹായിക്കുന്നതും ചെലവ് കുറയ്ക്കുന്നതുമാണെങ്കിൽ അതിനെ നമുക്ക് ഉത്തമമായ മൂലധന ഘടന അല്ലെങ്കിൽ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കാം. ഇനി നമുക്ക് കുറച്ച് ടേംസുകളുണ്ട്. ആ ടേംസിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കാം. EBIT എന്ന് പറഞ്ഞാൽ എന്താണ്? ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുൻപുള്ള കമ്പനിയുടെ ഏണിങ്സിനെയാണ് നമ്മൾ EBIT അല്ലെങ്കിൽ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. EBT എന്ന് പറഞ്ഞാലോ ഏണിങ്സ് ബിഫോർ ടാക്സ് കൊടുക്കുന്നതിന് മുൻപേയുള്ള ഏണിങ്സ്. ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ EBT എന്ന് പറയുന്നത്. AT പറഞ്ഞാലോ EAT എന്ന് പറഞ്ഞാൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ഏണിങ്സിനെ നമ്മൾ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയും. EPS എന്ന് പറഞ്ഞാൽ ഏണിങ്സ് പെർ ഷെയർ. ഒരു ഷെയറിൻ്റെ മുകളിലുള്ള ഏണിങ്സിനെ നമ്മൾ EPS എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കും. ROI എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിലുള്ള റിട്ടേണിനെയാണ് നമ്മൾ ROI എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോട്ട് ബുക്കിൽ തരുന്നുണ്ട്. ആ നോട്ടിൽ നിന്നും നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ പുസ്തകത്തിലേക്ക് എടുത്തെഴുതാം. എക്സാമ്പിൾ നോട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ എന്താ പറയണമെന്ന് വെച്ചാൽ വൈ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി അതിൻ്റെ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് 3 സിറ്റുവേഷൻസിലുള്ള ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് പറയുന്നുണ്ട്. ഫസ്റ്റ് സിറ്റുവേഷനിൽ 2 ലക്ഷം, സെക്കൻഡ് സിറ്റുവേഷനിൽ 2 ലക്ഷം, മൂന്നാമത്തെ സിറ്റുവേഷനിലും 2 ലക്ഷം. ഇൻട്രസ്റ്റ് എന്നുള്ളത് ആദ്യത്തെ സിറ്റുവേഷനിൽ നില്ലാണ്, രണ്ടാമത്തേതിൽ 1 ലക്ഷം, മൂന്നാമത്തേതിൽ 2 ലക്ഷം. അപ്പോൾ ഏണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഏണിങ്സ് ബിഫോർ ടാക്സ് എന്നുള്ളത് എന്ത് തന്നെയായിരിക്കും? 2 ലക്ഷം തന്നെയായിരിക്കും. രണ്ടാമത്തതിൽ 1 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ 2 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം കുറയ്ക്കുമ്പോൾ ബാക്കി കിട്ടുന്ന 1 ലക്ഷമായിരിക്കും ഏണിങ്സ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തതിൽ 2 ലക്ഷം ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും 2 ലക്ഷം ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ 2 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം കുറയ്ക്കുന്ന സമയത്ത് നിൽ ആണ് ഏണിങ്സ് ബിഫോർ ടാക്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് ടാക്സ് എന്നുള്ളത് 60,000 തന്നിട്ടുണ്ട്. ടാക്സ് 60,000 പറയുമ്പോൾ ഈ 2 ലക്ഷം മൈനസ് 60,000 ചെയ്യുന്ന സമയത്ത് 1,40,000 ആയിരിക്കും ആദ്യത്തെ സിറ്റുവേഷനിൽ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. രണ്ടാമത്തെ സിറ്റുവേഷനിൽ 1 ലക്ഷം മൈനസ് അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ 30,000 ആണ്. 1 ലക്ഷത്തിൻ്റെ ടാക്സ് 30,000 ആയതുകൊണ്ട് 1 ലക്ഷം മൈനസ് 30,000 ആവുന്ന സമയത്ത് 70,000 ആയിരിക്കും ഏണിങ്സ് ആഫ്റ്റർ ടാക്സ്. മൂന്നാമത്തെ സിറ്റുവേഷനിൽ ടാക്സ് ഇല്ല, അതുകൊണ്ട് ഏണിങ്സ് ബിഫോർ ടാക്സും ഇല്ല, ടാക്സും ഇല്ലാത്ത കാരണം കൊണ്ട് ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നുള്ളതും നില്ലായിരിക്കും. ഇനി നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ളത് ₹10 ആണെന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ളത് ഒരു ഷെയറിൻ്റെ വാല്യൂ എന്നുള്ളത് 10 രൂപ വെച്ചിട്ടാണ് നമ്പർ ഓഫ് ഷെയറിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ 3 ലക്ഷം ആദ്യത്തെ സിറ്റുവേഷനിൽ, രണ്ടാമത്തേതിൽ 2 ലക്ഷം, മൂന്നാമത്തേതിൽ 1 ലക്ഷമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏണിങ്സ് പെർ ഷെയർ ഒരു ഷെയറിൻ്റെ മുകളിലുള്ള വാല്യൂ എന്താണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഷെയറിൻ്റെ മുകളിലുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് നമ്മൾ
ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1,40,000 ഡിവൈഡഡ് ബൈ 3 ലക്ഷം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 0.47 ഏണിങ്സ് പെർ ഷെയർ. ആദ്യത്തെ ഷെയറിൽ അല്ലെങ്കിൽ ആദ്യത്തെ സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ മുകളിലുള്ള ഏണിങ്സ് എന്നുള്ളത് 0.47. രണ്ടാമത്തെ സിറ്റുവേഷനിൽ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ മുകളിലുള്ള ഏണിങ്സ് എന്നുള്ളത് എത്രയാണ്? 0.35. മൂന്നാമത്തെ സിറ്റുവേഷനിൽ നില്ലാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഏണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് പ്രോബ്ലം ഒന്നും ചോദിക്കില്ല, അതെന്താ മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. ഇതിൽ തിയറി മാത്രമേ ഉള്ളൂ, ബിസിനസ്സിൽ തിയറി മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏണിങ്സ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏണിങ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏണിങ്സ് ആഫ്റ്റർ ടാക്സിനെ നമ്പർ ഓഫ് ഷെയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഏണിങ്സ് പെർ ഷെയർ അല്ലെങ്കിൽ ഒരു ഷെയറിൻ്റെ മുകളിലുള്ള ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ എബവ് എക്സാമ്പിൾ ഷോസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി ക്യാൻ സീൻ ത്രൂ ദ EBIT EPS അനാലിസിസ്. ഇപ്പോൾ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഏണിങ്സ് പെർ ഷെയർ എന്നുള്ള രണ്ട് അനാലിസിസിൽ കൂടെ നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഇമ്പാക്റ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് സിറ്റുവേഷൻ തന്നിരിക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ പറയുകയാണ്. ഇവിടെ 3 സിറ്റുവേഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട് വിചാരിക്കാം. ദർ ഈസ് നോ ഡെപ്റ്റ് ഇൻ സിറ്റുവേഷൻ 1. ഫസ്റ്റ് സിറ്റുവേഷനിൽ ഡെപ്റ്റ് ഇല്ല. അപ്പോൾ അതെന്തായിരിക്കും? അൺലിവേർഡ് അല്ലെങ്കിൽ ലിവറേജ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഡെപ്റ്റ് ഉണ്ടാകുമ്പോഴാണ് നോർമലി എന്ത് വരുന്നത്? ലിവറേജ് എന്നുള്ള ഫോം ഉണ്ടാകുന്നത്. ഡെപ്റ്റ് ഇല്ല, പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റലിൽ ഡെപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തില്ല? ഇക്വിറ്റി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ലിവറേജ് ഇല്ല. ഡെപ്റ്റ് ഉണ്ടാകുമ്പോഴാണ് ലിവറേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ ഡെപ്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? അൺലിവേർഡ് ആണ്. രണ്ടാമത്തതിന് ഡെപ്റ്റ് ഓഫ് ₹10 lakh ആൻഡ് 20 lakh അസ്യൂംഡ് ഇൻ സിറ്റുവേഷൻ 2 and 3. സിറ്റുവേഷൻ 2 10 ലക്ഷവും സിറ്റുവേഷൻ 3 20 ലക്ഷവും ഡെപ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾ ഡെപ്റ്റ് ഈസ് അറ്റ് 10% പെർ annum. അതായത് ഡെപ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10% പറയുന്നത്. കമ്പനി ഏൺസ് 0.93 പെർ ഷെയർ ഇഫ് ഇറ്റ് ഈസ് അൺലിവേർഡ്. അൺലിവേർഡ് ആണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു ഷെയറിൻ്റെ മുകളിൽ 0.93% ഏൺ ചെയ്യാൻ പറ്റും. വിത്ത് ദ ഡെപ്റ്റ് ഓഫ് 10 lakh 10 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ കമ്പനിയോ ഇറ്റ്സ് EPS ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് എന്തായിരിക്കും? 1.05 ആയിരിക്കും, 1.05 ആയിരിക്കും. വിത്ത് എ സ്റ്റിൽ ഹയർ ഡെപ്റ്റ് ഓഫ് ₹20 lakh 20 ലക്ഷമാണെന്നുണ്ടെങ്കിലോ ഇറ്റ്സ് ഏണിംഗ് പെർ ഷെയർ, അതിൻ്റെ ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് റൈസ് ചെയ്തിട്ട് 1.40 ആയിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ EPS ഈസ് റൈസിങ് വിത്ത് ഹയർ ഡെപ്റ്റ് ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ ദ റിട്ടേൺ ദാറ്റ് കമ്പനി ഈസ് ഏണിംഗ് ഓൺ ഫണ്ട്സ് എംപ്ലോയ്ഡ്. കമ്പനി എംപ്ലോയ് ചെയ്തിട്ടുള്ള ഫണ്ട്സിൻ്റെ മുകളിലുള്ള ഏണിങ്സിൻ്റെ മുകളിലുള്ള റിട്ടേൺ എന്നുള്ളത് ലോവറാണ് അതിൻ്റെ കോസ്റ്റിനേക്കാളും എന്നതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് റൈസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ സിറ്റുവേഷനിൽ ഏണിങ്സ് പെർ ഷെയർ ഏറ്റവും കൂടുതൽ റൈസ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ സിറ്റുവേഷനിലാണ്. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഏണിങ്സ് പെർ ഷെയർ ഈസ് റൈസിങ് വിത്ത് ദ ഹയർ ഡെപ്റ്റ്. ഡെപ്റ്റ് കൂടുന്തോറും ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു? റൈസിങ് ചെയ്തു. കടത്തിൻ്റെ അളവ് കൂടുന്തോറും സ്വാഭാവികമായിട്ടും ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ മുകളിലുള്ള ഏണിങ്സ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ ദ റിട്ടേൺ ദാറ്റ് കമ്പനി ഈസ് ഏണിംഗ് ഓൺ ഫണ്ട്സ് എംപ്ലോയ്ഡ്. ചിലവ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏണിങ്സിനെക്കാട്ടിലും അല്ലെങ്കിൽ റിട്ടേണിനെക്കാട്ടിലും കുറവായതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഡെപ്റ്റ് കൂടിയപ്പോഴും ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് എന്തായി മാറിയത്? ഇൻക്രീസ് ആയിട്ട് മാറിയത്. ഏണിങ്സ് പെർ ഷെയർ ഇൻക്രീസായി മാറുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.40 ആയതുകൊണ്ട്. ആദ്യം അൺലിവേർഡ് ആയ സമയത്ത് ഏണിങ്സ് പെർ ഷെയർ വളരെ കുറവായിരുന്നു. 10 ലക്ഷം ആയ സമയത്ത് ഏണിങ്സ് പെർ ഷെയർ 1.05 ആയിരുന്നു. മൂന്നാമത്തെ സിറ്റുവേഷനിൽ ഏണിങ്സ് പെർ ഷെയർ 1.40 ആയി. അപ്പോൾ മൂന്നാമത്തെ സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ കടം വാങ്ങിയത്. കടം വാങ്ങിയപ്പോൾ ഇവിടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്ടായത്? ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് ഇൻക്രീസ് ചെയ്യാൻ ചെയ്തത്. അത് റൈസ് ചെയ്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കുറയുകയാണ് ചെയ്തത്. ഡെപ്റ്റിൻ്റെ മുകളിലുള്ള കോസ്റ്റ് ഹയർ ഡെപ്റ്റ് ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ലോവർ ദാൻ ദ റിട്ടേൺ ദാറ്റ് കമ്പനി ഈസ് ഏണിംഗ് ഓൺ ഫണ്ട് എംപ്ലോയ്ഡ്. ഫണ്ട് എംപ്ലോയ് ചെയ്തതിൻ്റെ മുകളിൽ കമ്പനി ഏൺ ചെയ്തിട്ടുള്ള റിട്ടേണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെപ്റ്റിൻ്റെ കോസ്റ്റ് കുറവായതുകൊണ്ടാണ് ഏണിങ്സ് പെർ ഷെയർ എന്നുള്ളത് ഇൻക്രീസ് ആയിട്ട് മാറിയത്. അപ്പോൾ ഒരു കമ്പനിയുടെ മൂലധന ഘടനയിൽ നിക്ഷേപത്തിൻ്റെ മൂല്യവർദ്ധനത്തിനും കമ്പനിക്ക് ആവശ്യമായ ധനസമാഹരണത്തിനും സഹായിക്കുന്നതും ചെലവ് കുറക്കുന്നതുമാണെങ്കിൽ അതിനെ നമുക്ക് എന്തും പറയാം? ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഉത്തമമായ മൂലധന ഘടന എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ കമ്പനി ഈസ് ഏണിംഗ് എ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ കമ്പനി ഏൺ ചെയ്തിട്ടുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് 13.33%, 13.33%. അപ്പോൾ ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമുക്കത് കിട്ടും 4 lakh ഡിവൈഡഡ് ബൈ 30 lakh ഇൻറ്റു 100. 4 ലക്ഷം ഡിവൈഡഡ് ബൈ 30 ലക്ഷം ഇൻറ്റു 100 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന
13.33 അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താ ഉദ്ദേശിച്ച് വെച്ചാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒരു കമ്പനിയുടെ മൂലധന ഘടന എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതിൻ്റെ സോഴ്സസ് എന്തെല്ലാമാണെന്നും അതുപോലെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതും പിന്നെ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗം എന്താണെന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. ഇതിൻ്റെ പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നോട്ടിൽ കാണിച്ചു തന്നിരിക്കുന്നത്. എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞിട്ട് നോട്ടിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നോട്ടിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എടുത്തെഴുതണം. അത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ ആ എക്സാമ്പിൾ വെച്ച് നമുക്ക് എന്താണ് ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള ബന്ധമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കടവും അതുപോലെ സ്വന്തമായി സമാഹരിച്ച മൂലധനവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യുന്നത്. അതല്ലാതെ മറ്റുദ്ദേശം അതിനില്ല. അതുകൊണ്ട് തന്നെ ഈ ടേംസുകൾ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക. ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്നും ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്താണെന്നും അതുപോലെ തന്നെ EBIT എന്താണ്, EBT എന്താണ്, EAT എന്താണ്, EPS എന്താണ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ലിവറേജ് എന്താണ്, ഓണേഴ്സ് ഫണ്ട് എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ റീറ്റെയിൻഡ് ഏർണിങ്സ് ആൻഡ് റിസർവ്സ് സർപ്ലസിനെയാണ് നമ്മൾ ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുക. അതുപോലെ തന്നെ ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫണ്ട് റേസ്ഡ് ഫ്രം ഡെപ്പോസിറ്റ്സ്, ബാങ്ക്സ്, ലോൺസ്, അതുപോലെ തന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇതിനെയാണ് നമ്മൾ ബോറോഡ് ഫണ്ട് എന്ന വാക്കുകൊണ്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് 2 ടേംസ് സച്ച് ആസ് ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ടിൻ്റെയും ബോറോഡ് ഫണ്ടിൻ്റെയും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. ഓണേഴ്സ് ഫണ്ടിൻ്റെയും ബോറോഡ് ഫണ്ടിൻ്റെയും മിക്സ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തമായി സമാഹരിച്ച ഫണ്ടുകൾ അല്ലെങ്കിൽ ഉടമസ്ഥത ഫണ്ടുകളാണ്. ബോറോഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വായ്പയായി എടുത്ത ഫണ്ടുകളാണ്. അപ്പോൾ ഈ 2 ഫണ്ടുകളുടെയും കോമ്പിനേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ പ്രധാനമായിട്ടും ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ സ്ട്രക്ചർ കിട്ടും. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ഓവറാൾ ക്യാപിറ്റലിൽ ഡെപ്റ്റിൻ്റെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഡെപ്റ്റിൻ്റെ അളവ് ഉണ്ടെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ ലിവറേജ് അവിടെ ഉണ്ടാവുകയുള്ളൂ. ഡെപ്റ്റ് ഇല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്നുള്ളത് ഉണ്ടാവില്ല. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ലൈക്ക് ഇൻട്രസ്റ്റ്. അതായത് പലിശ പോലെയുള്ള സ്ഥിര ധനകാര്യ ചെലവുകളുടെ സാന്നിധ്യം മൂലം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സാധാരണ ഓഹരി ഉടമകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനെയാണ് ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക. അതുപോലെ തന്നെ ആകെ മൂലധനത്തിൽ ഉടമസ്ഥതാ ഫണ്ടുകളുടെ അനുപാതം കുറവാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളെ നമ്മൾ ഹൈ ഗിയേർഡ് കമ്പനി എന്നും, ഉടമസ്ഥതാ ഫണ്ടുകളുടെ അനുപാതം കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനിയെ നമ്മൾ ലോ ഗിയേർഡ് കമ്പനി എന്നും പറയും. അപ്പോൾ ഉത്തമമായ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മൂലധന ഘടന എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഒരു കമ്പനിയുടെ മൂലധന ഘടന ഓഹരി ഉടമയുടെ നിക്ഷേപത്തിൻ്റെ മൂല്യവർദ്ധനത്തിനും കമ്പനിക്ക് ആവശ്യമായ ധനസമാഹരണത്തിനും സഹായിക്കുന്നതും ചെലവ് കുറക്കുന്നതുമാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഉത്തമമായ മൂലധന ഘടനയാണെന്ന് വിശേഷിപ്പിക്കാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക. ഓക്കെ, താങ്ക്